തെരുവുനായ ശല്യം രൂക്ഷമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ആസ്ഥാന മേഖലയായ ലബ്ബക്കടയിൽ ഇന്ന് രാവിലെ ടൗണിലെത്തിയ ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ ലബ്ബക്കടയിൽ വിഹരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നു രാവിലെ ലബ്ബക്കട ടൗണിലെത്തിയ അഖിൽ എന്ന യുവാവിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ആദ്യം ലബ്ബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ലബ്ബക്കടയുടെ വിവിധ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ ടൗണിലും സമീപപ്രദേശങ്ങളിലും തമ്പടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചില സമയങ്ങളിൽ ടൗണിലെത്തുന്ന ആളുകളുടെ നേരെ കുരിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന സാഹചര്യം വരെയുണ്ട്. ഈ ശല്യങ്ങളെല്ലാം അപ്പോൾ അത് കുറേ നാളിൽ ഇപ്പോൾ ഒരു 8-9 മാസമായി പട്ടികൾ ഇവിടെ നിരന്തരം എവിടെ നിന്നൊക്കെയോ വന്ന് ചേരുകയാണ്. പട്ടികളെല്ലാം കൂടി ഇവിടെ കടത്തിണകളിലും വീടുകളുടെ പരിസരങ്ങളിലും എല്ലാം വലിയ ശല്യമാണ്. പട്ടികളുടെ ശല്യം കൊണ്ട് ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം, മറ്റ് സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജ് അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഇവിടം. നിലവിൽ ആളുകളുടെ ജീവന് തന്നെ തെരുവുനായ്ക്കൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ സുരക്ഷയ്ക്കായി വടിയോ മറ്റെന്തെങ്കിലും ഇല്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ആളുകൾ പറയുന്നു. തെരുവുനായ്ക്കളെ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോഴും ഈ വിഷയത്തിൽ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാഴ്ചകളെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.